ഈ അടുത്ത കാലത്തായി കാസ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയുണ്ട്. വളരെ തീവ്രമാണ് അവരുടെ പല നിലപാടുകളും. അവർ ഇന്ന് ഈ തർക്കത്തെക്കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് മറ്റോ ഇട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധമാണെന്നൊക്കെയാണ്. സാധാരണ അത് രാഷ്ട്രീയക്കാരാണ് അത്ര പറയാറ്. ഈ UDF-നെതിരെ LDF ഒക്കെ പറയാറുണ്ട്. സഭയ്ക്കകത്തും ജമാഅത്തെ ഇസ്ലാമിയാണെന്നൊക്കെയാണ് കാസ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കാസ ഏതായാലും എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് എതിരാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ റിജു കാഞ്ഞുകാരൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഏറ്റവും അംഗസംഖ്യയുള്ള ഏറ്റവും അംഗബലമുള്ള ഒരു അതിരൂപതയെ ചേർത്ത് നിർത്തുന്നതിന് പകരം അവരെ മേൽ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് അവരെ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമമാണോ ഈ നടക്കുന്നത് എന്ന് തോന്നിപ്പോയില്ലേ? ഞാൻ ഈ റിജു കാഞ്ഞിക്കാരൻ്റെ കാഞ്ഞ ബുദ്ധിയെ ഞാൻ മാനിക്കുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം അറിവ് എനിക്കില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ തെറ്റുകൾ തിരുത്തേണ്ടത് എൻ്റെ ബാധ്യതയായതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ആദ്യം അത് പറഞ്ഞ ശേഷം താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. അതായത് ഇദ്ദേഹം പറയുന്നത് ഈ 6 ലക്ഷം പേർ അവിടെ ഉണ്ടെന്നാണ്. അദ്ദേഹത്തിൻ്റെ വാദഗതിക്ക് വേണ്ടി അത് അംഗീകരിക്കുക. ഞാൻ മനസ്സിലാക്കിയത് 5 ലക്ഷം സമൂഹമേ അവിടെ ഉള്ളെന്നാണ്. 6 ലക്ഷം എന്നാണ് പറഞ്ഞത്. ഈ 6 ലക്ഷം എന്ന് പറയുന്നത് 46 ലക്ഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നെ സമ്മതിക്കുകയാണെങ്കിൽ വിദേശത്തുള്ള മലയാളികളെ കൂട്ടാതെ, വിദേശത്തുള്ള രൂപതകളെ കൂട്ടാതെ കേരളത്തിൽ മാത്രം 35 രൂപതകളുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കരുത്. കേരളത്തിൽ 13 രൂപതകളേ ഉള്ളൂ. അത് കേരളത്തിൻ്റെ വെളിയിലും വിദേശത്തുമായിട്ടാണ് 34-35 രൂപതകൾ കിടക്കുന്നത്. ഈ അതിനകത്ത് ഇദ്ദേഹം വലിയൊരു നമ്പറായിട്ട് കൊണ്ടുവരുന്നത് ഈ 6 ലക്ഷം അവിടെ ഉണ്ടെന്ന്. ബാക്കിയുള്ള 40 ലക്ഷം ആളുകൾ അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ പോലും ഈ ഇവിടെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. അവരിതിനെ അംഗീകരിക്കണമെന്നത് തിരിച്ചറിയണം. അതൊരു കാര്യം. രണ്ടാമത്തത്, മാർപ്പാപ്പയ്ക്ക് ഒരു അധികാരമുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ റൂബ്രിക്സ് ചർച്ച ചെയ്തപ്പോൾ ഇങ്ങനെ ചേർത്തിരുന്നു എന്ന്. ഇതൊക്കെ ചർച്ചയുടെ 99 തുടങ്ങിയതാണ് ഈ ചർച്ചകൾ. ഇന്ന് 2025 25, 24, 25 എത്തിക്കഴിഞ്ഞു. 26 വർഷമായി. ഈ 26 വർഷത്തിന് അനേകം ചർച്ചകൾ നടന്നു. ഈ ചർച്ചകൾക്കിടയിൽ വന്നത് എല്ലാം കൂടെ ക്രോഡീകരിച്ചാണ് അവസാനം എന്തടങ്ങുന്നത്? അവസാനം മാർപ്പാപ്പയുടെ 2 സർക്കുലർ ഇറങ്ങി. ആ 2 സർക്കുലറിലും സീറോ മലബാർ സഭ എന്ന് പറയുന്ന ഈ പൗരിസ്റ്റ സഭയ്ക്ക് അവർക്കുള്ള അധികാരമനുസരിച്ച് സിനിമ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചിട്ട് അത് അംഗീകരിക്കുകയും സീറോ മലബാർ സഭയിൽ അത് ഔദ്യോഗിക കുർബാനയായിട്ട് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് 2 സർക്കുലർ ഇറങ്ങി. അപ്പോഴും ഇവർ വാദിച്ചുകൊണ്ടിരുന്നു അത് മാർപ്പാപ്പയുടെ സ്വാധീനിച്ചതാണെന്ന്. അവസാനം മാർപ്പാപ്പ തന്നെ അസാധാരണമായ വിധത്തിൽ ഒരു വീഡിയോ മെസ്സേജിലൂടെ കൃത്യമായിട്ട് അദ്ദേഹം പുറപ്പെടുവിച്ചു. അതായത് സീറോ മലബാർ സഭയുടെ ഈ കുർബാനക്രമം, ഈ ഔദ്യോഗിക കുർബാനക്രമം എല്ലാ രൂപതകളും പാലിക്കാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. മാർപ്പാപ്പയെ അനുസരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യണമെന്ന് മാർപ്പാപ്പ വീഡിയോ ഇറക്കി. അതിനുശേഷം അദ്ദേഹം പഴയ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലാവശ്യമില്ല. പിന്നെ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഏകമാണ് സഭ എന്ന് പറഞ്ഞു. വിശ്വാസ പ്രമാണം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അറിവ് കാഞ്ഞൂക്കാരനുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കാഞ്ഞ ബുദ്ധിക്കുണ്ടെങ്കിൽ അദ്ദേഹം സഭ ഏകമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ആചാരാനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ, കത്തോലിക്ക സഭയിൽ 7 കൂദാശകളുണ്ട്. ആ 7 കൂദാശ വേണ്ടെന്ന് ഒരു രൂപതയിലുള്ള ആളുകളെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ ലോജിക്കുള്ളത്? അത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനായിട്ടാണ് സഭയുടെ പരമാധികാരമായിട്ടുള്ള സിനഡ് ഉള്ളത്. ആ സിനഡിൻ്റെ ചർച്ച ചെയ്തിട്ട് പിതാക്കന്മാരെടുക്കുന്ന തീരുമാനങ്ങളാണ് മാർപ്പാപ്പയ്ക്ക് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നത്. അത്തരം അംഗീകാരം ലഭിച്ച കാര്യങ്ങളാണ് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് സഭയിലെടുത്താലും വിശ്വാസ കാര്യങ്ങളിൽ, അത് സീറോ മലബാർ സഭ എടുത്താലും ലത്തീൻ സഭ എടുത്താലും വിശ്വാസപരമായ കാര്യങ്ങളിൽ വ്യത്യാസമില്ല. അത് ഏകദൈവം എന്നുള്ള വിശ്വാസവും ത്രിത്വത്തിലുള്ള വിശ്വാസവും വിശ്വാസ പ്രമാണത്തിലുള്ള വിശ്വാസവും ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അതിനൊന്നും തർക്കമില്ല. ഇവിടെ കുർബാന എന്ന് പറയുന്നത് ഈ പറയുന്ന സഭയുടെ ഏറ്റവും അത്യുച്ചത്തിൽ നിൽക്കുന്ന സ്ഥായിയായ ആരാധനക്രമമാണ്. അത് അതിൻ്റെ സമ്മിറ്റാണ്. അതിനെയാണ് ഇവിടെ കുറച്ച് ആളുകൾ കൂടി എതിർക്കുന്നത്. ഈ ആളുകൾ 60 കൊല്ലത്തെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് 2025 കൊല്ലത്തെ പാരമ്പര്യത്തെയാണ് തള്ളിക്കളയാൻ നോക്കുന്നത്. 60 കൊല്ലം ഇവരിങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാലാകാലങ്ങളിൽ സഭയിലുണ്ടാകുന്ന ചേഞ്ചസിനെ അംഗീകരിക്കാനും സഭാ നേതൃത്വം പറയുന്ന അംഗീകരിക്കാനും തയ്യാറാകണം. എത്ര വൈദികർക്ക്, ഞാൻ ചോദിക്കുകയാണ്, എത്ര വൈദികർക്ക് വിശ്വാസ പ്രമാണങ്ങൾ മാറ്റി എഴുതാനുള്ള അധികാരമുണ്ട്? എത്ര വൈദികർക്ക് സഭയുടെ ഔദ്യോഗിക തീരുമാനമനുസരിച്ച് മാർപ്പാപ്പ ഇറക്കുന്ന ഉത്തരവിനെ ലംഘിക്കാൻ അധികാരമുണ്ട്? ഇവർ സത്യപ്രതിജ്ഞ ചെയ്താണ് പൗരോഹിത്യം ഏറ്റെടുക്കുന്നത്. അവിടെ കൃത്യമായി പറയുന്നുണ്ട്, ഗ്രാഹ്യവും അഗ്രാഹ്യവുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുസരിച്ചു കൊള്ളാമെന്ന്. ഈ അനുസരണമാണോ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ കണ്ടത്?